എൻ്റെ വോട്ട് പട്ടികയിൽ നിന്ന് പോയി. MP-മാരുടെ പലരുടെയും വോട്ടില്ല. ബാലറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ ബുള്ളറ്റ്. ഈവൻ വെടിയുണ്ടയേക്കാൾ ശക്തിയുള്ളത്. എല്ലാവരും SIR-ന്റെ നെട്ടോട്ടത്തിലാണ്. അത് ഓടണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ വെച്ച് ഒരാൾ ചോദിക്കുകയുണ്ടായി, നമ്മളായിട്ടിപ്പോൾ അതിന് വല്ലാതെ ബേജാറാകണോ? അതിലിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? നമ്മൾ അനാവശ്യമായിട്ട് ആശങ്കപ്പെടണോ? വേറൊരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇത് അവരുടെ കയ്യിലേക്കല്ലേ അവസാനം എത്തുക. അവരത് മാനിപ്പുലേറ്റ് ചെയ്താൽ നമ്മളെന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. എനിക്ക് അത്തരക്കാരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് നിഷേധിക്കുന്ന ആളുകൾ തിരിച്ച് കുറേ ദുർന്യായങ്ങൾ പറയും. അതിനൊക്കെ മറുപടി പറഞ്ഞാലും അവരവിടെ തന്നെ നിൽക്കും, അതില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ അവസാനം അവരോട് പറയാനുള്ളൊരു കാര്യം, ശരി എന്നാ നമ്മൾ മരണപ്പെട്ട ശേഷം ഞങ്ങൾക്ക് രണ്ടായാലും സമാധാനം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഇനിയൊരു ജീവിതം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളതിന് ഒരുങ്ങിയിട്ടാണ് പോകുന്നത്. പക്ഷെ നിങ്ങളെന്താ ചെയ്യുക? ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? അതിനവർക്ക് മറുപടി പറയണ്ടാവാനില്ല. അതേപോലെ ഈ വിഷയത്തിൽ എല്ലാവരും ഇത് ചെയ്യണം. ഇനി ഈ പറഞ്ഞ ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലോ നമുക്കൊരു പ്രശ്നമില്ല, എല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്, കുഴപ്പമില്ല. പക്ഷെ ഈ ആശങ്ക പറഞ്ഞിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ പോയാൽ എന്താ ചെയ്യുക? അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ എന്താ ചെയ്യുക? CAA എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കപ്പെട്ടതിന് ശേഷമാണ് ഈ 9ാമത് SIR നടക്കുന്നത്. അതാതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ നിന്നും കൊഴിഞ്ഞു പോയ ആളുകൾക്ക് വോട്ടവകാശം മാത്രമല്ല പൗരത്വം കൂടി നഷ്ടപ്പെടും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുസ്ലിം സമുദായം ഒഴിച്ച് വേറുള്ളവർക്കൊക്കെ രക്ഷക്കെത്താൻ CAA നിയമം ഉണ്ടാവും. ആ നിയമത്തിൻ്റെ പ്രത്യേകത എന്താ? മറ്റു 6 രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കുടിയേറിയ അവരുടെ ആരെങ്കിലും ഉണ്ടായാൽ മതി. അത് മുസ്ലിങ്ങളല്ലെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കും, മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കൂല. ഇതാണ് CAA നിയമം. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ പാടില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം, അത് തെറ്റുവരുത്താതെ പൂരിപ്പിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. സ്ത്രീകളൊക്കെ ചെവി പുറത്ത് കാണിച്ചുകൊണ്ടായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ഫോട്ടോ തന്നെ നിർബന്ധമാക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു നിർദ്ദേശം ഒട്ടും നൽകിയിട്ടുമില്ല. അപ്പോൾ അതനാവശ്യമായ കാര്യങ്ങൾ ഒരിക്കലും പ്രചരിപ്പിക്കരുത്, അത് വിശ്വസിക്കരുത്. അതുപോലെ പ്രവാസി വോട്ട് എന്ന് പറഞ്ഞിട്ട് ചേർക്കണ്ടേ, അങ്ങനെ ഒരു ഓപ്ഷനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണയുള്ള നമ്മളെല്ലാവരും സാധാരണ വോട്ടാണ് ചേർക്കേണ്ടത്. പ്രവാസി വോട്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി അത് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ അത്യപൂർവമായി ആ ക്ലോസ് ഉപയോഗിക്കേണ്ട ചില ആളുകൾ ഉണ്ടാവും, അവർ മാത്രമേ അത് ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലാത്തവരൊക്കെ സാധാരണ വോട്ടർമാരായി മുന്നോട്ട് പോവുകയാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ BLOമാർക്ക് ഒരു സമ്മർദ്ദം വല്ലാതെ നമ്മൾ കൊടുക്കരുത്. അവർ ഒരു ഭാഗത്ത് നിന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ സമ്മർദ്ദവും മറുഭാഗത്തു നിന്ന് നാട്ടുകാരുടെ സമ്മർദ്ദവും. ഇലക്ഷൻ കമ്മീഷൻ മര്യാദക്ക് പണിയെടുത്തില്ലെങ്കിൽ നടപടി എടുക്കും. ഇപ്പുറത്ത് ഇത് അയാളിൻ്റെ വോട്ട് നശിപ്പിച്ച ആളാണ്, എൻ്റെ പൗരത്വം നഷ്ടപ്പെടുത്തിയ ആളാണെന്ന് പറഞ്ഞ് നാട്ടുകാർ ഇവൻ്റെ പിന്നാലെ കൂടും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ഇപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രയാണ് പ്രഷർ എന്നുള്ളത്. അപ്പോൾ അത് നമ്മളെല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിക്കണം. കാരണം എത്രമേൽ കരയുന്നുവോ ആ കുട്ടിക്കേ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ബീഹാറിൽ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ ബീഹാറിൽ അവിടെ എന്തുകൊണ്ടാണ് എത്ര ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു പോകാനുള്ള കാരണം? അവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥ എന്തായിരുന്നു എന്നറിയോ? വീട്ടിൽ വരുന്ന സമയത്ത് ഓരോരുത്തരും ഹാജരായി ഒപ്പുവെക്കേണ്ടിയിരുന്നു. അതിൽ ശക്തമായ വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നൊക്കെ വന്നപ്പോൾ കേരളത്തിൽ ആ നിയമം ഒഴിവാക്കി. വീട്ടിൽ ആരെങ്കിലും ഒരാളടിയിൽ ഒപ്പിട്ടാൽ മതി എന്നായി. അപ്പം എന്താ വിഷയം? പ്രതികരിക്കുകയും ശബ്ദമുണ്ടാക്കുകയും തിരുത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് കാര്യങ്ങൾ മര്യാദക്ക് പോവുകയുള്ളൂ എന്നതാണ്. ഭരണകൂടത്തെ തിരുത്തുവാനുള്ള ശക്തിയാണ് പ്രതിപക്ഷമെന്ന് പറയുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്ററി സംവിധാനം സക്രിയമാകുന്നത് എന്ന് തിരിച്ചറിയാൻ ഇനിയും നമ്മൾ വൈകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ ഒരു ഡേറ്റ് നിങ്ങൾ എല്ലാവരും ഓർത്തു വെക്കണം. ആ ഡേറ്റ് ഏതാ? ഡിസംബർ 9 ആ ഡേറ്റ്. ഡിസംബർ 9 ആ ഡേറ്റ്. ഡിസംബർ 9 ഈ അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് വോട്ടർ പട്ടികയുടെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. ആ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മുടെ പേരതിലുണ്ടോ,
നമ്മുടെ മക്കളുടെ പേരതിലുണ്ടോ, നമ്മുടെ സഹോദരങ്ങളുടെ പേരതിലുണ്ടോ എന്ന് ഓരോരുത്തരും കണ്ണിലെണ്ണയൊഴിച്ചു നോക്കണം. ആ സമയത്താണ് നോക്കേണ്ടത്. ഇപ്പൊ ഞാനൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് നിന്നാ പറ്റില്ല. അത് നോക്കി അതിൽ പേരില്ലെങ്കിൽ അടിയന്തിരമായി അതിന്റെ തുടർ നടപടികൾ പൂർത്തീകരിക്കണം. ആ ഡിസംബർ 9 ഒരു കാരണവശാലും നമ്മൾ മറന്നു പോകരുത് എന്നതുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റിൽ ഒരു വിളക്കിങ്ങനെ മിന്നി കത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിളക്ക് കെടാതിരിക്കുവാൻ നമ്മൾ എത്രമേൽ ശ്രമിക്കും, അതുപോലെ ഈ കാലഘട്ടത്തിൽ കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കണം. ആടിയുലയുന്ന ഒരു കടലിൽ ഒരു കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ ആ കപ്പലിന്റെ കപ്പിത്താൻ എത്രമേൽ അദ്ദേഹം ജാഗ്രത പാലിക്കണം. അതുപോലെ ഈ കാലഘട്ടത്തിൽ ലിബറലിസത്തിന്റെ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ സംവിധാനത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബനാഥന്മാർ ആ കപ്പൽ മുങ്ങാതിരിക്കുവാനുള്ള ജാഗ്രത കാണിക്കേണ്ടുന്ന അവസാനത്തെ നാൾവഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നോർക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഏ വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തു നിന്ന് കാക്കണം എന്നാണ്. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടി കിട്ടിയിട്ട് തല പൊട്ടി ഓടി വരുമ്പോൾ ആ മകനെ വാരിയെടുത്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടും അല്ലേ? എന്നാൽ അതേ മകൻ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന അതേ മകൻ സുബൈ നിസ്കരിക്കാതെ കടന്നുറങ്ങുമ്പോൾ നമുക്ക് വിളിക്കാൻ തോന്നുന്നുണ്ടോ? നമ്മളെ സണ്ണി സാർ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടില്ല സാർ. സന്തോഷം. ഓക്കെ നമ്മൾ അഭിസംബോധന ചെയ്യും. വലിയ സന്തോഷമുണ്ട് നമ്മളെ ഈ തിരക്കിനിടയിലൂടെ എത്തി. അധ്യക്ഷവേദിയിലെ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, വിസ്ഡം ഫാമിലി അവേക്കനിങ് കോൺഫറൻസ് ഇരിട്ടിയിൽ നടക്കുമ്പോൾ അതിൽ അല്പസമയമെങ്കിലും സംബന്ധിക്കാൻ സാധിക്കുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ നടക്കുന്ന ഏറ്റവും മനോഹരമായ അർത്ഥവത്തായ ക്ലാസ്സിനിടയിലാണ് ഞാൻ കയറി വന്നത്. എനിക്ക് തലശ്ശേരിയിൽ നിന്ന് 8:15 ട്രെയിനിന് മാവേലി എക്സ്പ്രസ്സിന് തിരുവനന്തപുരത്തേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ പ്രസംഗത്തിനൊരു ബ്രേക്ക് വരുത്താതെ അനുവാദം ചോദിച്ച് ഇറങ്ങാൻ തയ്യാറാവുകയായിരുന്നു. എങ്കിലും 2 മിനിറ്റ് അല്ലെങ്കിൽ 2 വാക്ക് പറയുന്നതിലേറെ സന്തോഷമുണ്ട്. ഏറ്റവും കാലിക പ്രാധാന്യമുള്ള 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ കേട്ടത്. ഒന്ന്, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ വോട്ടവകാശം സംരക്ഷിക്കണം, പൗരാവകാശം സംരക്ഷിക്കണം. ബാലറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ ബുള്ളറ്റ് ഈവൻ. വെടിയുണ്ടയേക്കാൾ ശക്തിയുള്ളത് ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടവകാശമാണ്. അത് നിഷേധിക്കാൻ ചില തൽപര കക്ഷികൾ ബോധപൂർവമായി ശ്രമിക്കുമ്പോൾ അതിനെ തടയാൻ നമ്മുടെ വോട്ടവകാശം എന്ന മൗലിക അവകാശം, നേരത്തെ അത് 21 വയസ്സായിരുന്നു, പ്രായപൂർത്തിയുടെ പ്രായം 18 വയസ്സാക്കിയപ്പോൾ വോട്ടവകാശത്തിൻ്റെ പ്രായവും 18 വയസ്സാക്കി. അതുകൊണ്ട് നമ്മുടെ കോളേജ് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നമ്മുടെ ചെറുപ്പക്കാരും വോട്ടർമാരാണ്. പക്ഷേ 2002 അതിൻ്റെ പട്ടിക പിറകോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. എൻ്റെ വോട്ട് ഇപ്പം ഇല്ല. ഞാൻ MLA ആണെങ്കിൽ പോലും എൻ്റെ വോട്ട് പട്ടികയിൽ നിന്ന് പോയി. MP-മാരുടെ പലരുടെയും വോട്ടില്ല. അതുകൊണ്ട് ആ ജനാധിപത്യ അവകാശത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് ഇവിടെ കേട്ടതിലേറെ സന്തോഷമുണ്ട്. മറ്റൊന്ന്, കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യമാണ്. മനുഷ്യൻ ഏറ്റവും സമുദായങ്ങൾ ഏറ്റവും വിലമതിക്കുന്നത് കുടുംബജീവിതത്തെയാണ്. അതിൻ്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കാനുള്ള ഈ അവേക്കനിങ് എല്ലാവരെയും ഉത്ബുദ്ധരാക്കാൻ, ബോധവാന്മാരാക്കാൻ, പ്രബുദ്ധരാക്കാൻ, ഉണർത്താൻ സാധിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ മംഗളങ്ങളും ആശംസകളും നേർന്ന് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും വളരെ പ്രൗഢമായി ഈ വേദിയെ അഭിമുഖീകരിച്ച നമ്മുടെ KPCCയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫ് MLA അവറുകൾക്ക് സംഘാടകർക്ക് വേണ്ടി ഹൃദ്യമായ നന്ദി അർപ്പിക്കുകയാണ്.